ഹായ്, വെൽക്കം ബാക്ക്. സനം വ്ളോഗിൻ്റെ ചെറിയ വിശേഷം നിങ്ങൾക്ക് കാണാം. ഞാനിന്ന് വന്നിട്ടുള്ളത് ഗ്രീൻ പീസ് പച്ചക്കറി ചാരെങ്ങനെ ഉണ്ടാക്കുന്നത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ വീഡിയോ നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എന്താ അഭിപ്രായമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് കൊടുക്കാനും മറക്കല്ലേ. ഇപ്പോൾ ഗ്രീൻ പീസിൻ്റെ ഗ്രീൻ കറി, അതുപോലെ തന്നെ പച്ചമുളകും തേങ്ങയും കൂടി അരച്ച ചാറാണ്. അപ്പോൾ അതിന് ഞാൻ ആദ്യം ഗ്രൈൻഡറിൽ പച്ചമുളകും അതുപോലെ തന്നെ മല്ലിയും അതുപോലെ തേങ്ങ കൂട്ടി അരച്ചെടുത്തതാണ്. അരയ്ക്കുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് നീരുള്ളി വെളുത്തുള്ളി കൂട്ടി അരച്ച് നന്നായി നൈസായതിനു ശേഷം അതിൽ നിന്ന് എടുത്താൽ മതി. പിന്നെ ഞാൻ ഗ്രീൻ പീസ് കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ആദ്യം. അല്ലെങ്കിൽ നമുക്ക് ആദ്യം തന്നെ വേവില്ല. അപ്പോൾ ആദ്യം ഗ്രീൻ പീസിനെ നമ്മൾ വേവിച്ച് വെക്കണം. അതിനുശേഷം അതിലേക്ക് നമ്മൾ എന്താ വെച്ചാൽ ഞാൻ ആവശ്യമായ അതിനെ മസാല എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ അരച്ച് വെച്ചിരുന്ന തേങ്ങ പച്ചമുളക് അരച്ച തേങ്ങാച്ചാറ് അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലോണം അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ അതിലേക്ക് ഞാൻ തിളപ്പിച്ച് വെച്ചു. അപ്പോൾ തിളപ്പിച്ച് വന്നതിന് ശേഷമാണ് അതിലേക്ക് ഞാൻ വേവിച്ച് വെച്ച ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് ഉലുവ ഇട്ട് ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മൾ അര പൊരിക്കുന്ന സമയത്ത് അത്ര കട്ടി ഉണ്ടാവും. അപ്പം നമ്മൾ കുറച്ച് വെള്ളം, ഗ്രീൻ പീസിൻ്റെ വേവിച്ച് വെച്ച വെള്ളം കുറച്ച് കൂടുതലാണെങ്കിൽ അപ്പോൾ ആ വെള്ളം ഗ്രീൻ പീസിൻ്റെ തന്നെ വെള്ളം അതിലേക്ക് ഒഴിച്ച് കൊടുത്താൽ മതി. എന്നാലേ നമുക്ക് നല്ല കറി ടേസ്റ്റായിട്ട് കിട്ടും അത്രയും. അപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉലുവ ഇട്ട് കൊടുക്കുമ്പോൾ നല്ല കറി നല്ല ടേസ്റ്റായിട്ട് വരുന്നുണ്ട്. ഇത് ഈ ഗ്രീൻ പീസ് ഗ്രീൻ കറി പച്ചമുളക് അരച്ച ചാറ് നമുക്ക് പൊറോട്ടയ്ക്ക് നല്ല കോമ്പിനേഷനായി കിട്ടും. അപ്പോൾ നിങ്ങളെല്ലാവരും പൊറോട്ടയല്ല വീട്ടിലേക്ക് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ പൊറോട്ടയെല്ലാം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പാർസലൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. നമ്മൾ ഇതുപോലെ തന്നെ ഗ്രീൻ പീസ് കറി ഉണ്ടാക്കിയാൽ മതി. ഇത് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, നല്ല വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ നല്ല തിള വന്നിട്ട് അതിൻ്റെ അരപ്പിൻ്റെ മണമെല്ലാം പോയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും കുറച്ച് തിള വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇട്ട് കൊടുത്തില്ലെങ്കിൽ ഞാൻ അരക്കും ഇട്ടിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ചതച്ചിട്ടും ഇട്ട് കൊടുത്താൽ മതി ഇതിലേക്ക് വെളുത്തുള്ളി. പിന്നെ ഉലുവ ഞാൻ പറഞ്ഞിരുന്നല്ലോ മുമ്പ്, ഉലുവ ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനത് കുറച്ച് കട്ടിയുണ്ട്, അതുകൊണ്ട് വെള്ളം ഒഴിച്ച് കൊടുക്കും. പിന്നെ പത്തിരിന് അതുപോലെ തന്നെ ചപ്പാത്തിക്ക് അതുപോലെ തന്നെ പൊറോട്ടയ്ക്ക് നല്ല കോമ്പിനേഷനാണ് ഈ കറി. അപ്പോൾ നമ്മളെല്ലാം ഇപ്പോൾ പൊറോട്ട വാങ്ങുന്ന സമയത്ത് നമ്മൾ പോയി ചോദിക്കാറില്ലേ ഗ്രീൻ പീസ് കറി ഉണ്ടോയെന്ന്. അപ്പം നമുക്ക് ഇത്ര ഗ്രീൻ പീസ് കറിക്ക് നല്ലൊരു എമൗണ്ട് കൊടുക്കും. പക്ഷെ നമ്മൾ വീട്ടിലാണെങ്കിൽ നമുക്ക് അത്ര കറി നമുക്ക് കിട്ടും. നമ്മൾ ഗ്രീൻ പീസ് മസാല വാങ്ങിക്കുന്ന സമയത്ത് തന്നെ 50 രൂപ എല്ലാം ഉണ്ട് ഗ്രീൻ പീസ് മസാല കറിക്ക് തന്നെ. ഇങ്ങനെ ചാറെല്ലാം നമുക്ക് പൊറോട്ടയ്ക്കെല്ലാം അങ്ങനെ നല്ല കോമ്പിനേഷനാണല്ലോ. അപ്പം നിങ്ങളെ വീട്ടിലും ഇതുപോലെ തന്നെ ഇങ്ങനെ ഉണ്ടാക്കാൻ ശ്രമിക്കുക. പിന്നെ കറി റെഡിയായി കിട്ടിയിട്ടുണ്ട്. പിന്നെ അവസാനം ഞാൻ കടുക് വറുക്കുന്ന സമയത്ത് വറ്റൽ മുളക് ഇടണം കേട്ടോ. പക്ഷേ എൻ്റെ അടുത്ത് മുളക് ഉണ്ടായിരുന്നില്ല, മുളക് പൊടി ആയതുകൊണ്ട് അപ്പോൾ വറ്റൽ മുളകും ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. അപ്പോൾ എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ എൻ്റെ മുമ്പിട്ട വീഡിയോസൊക്കെ നിങ്ങളൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. പരമാവധി നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യുക. പുതിയതായിട്ട് കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കുക. നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി നിങ്ങൾ ഓൾ എന്ന ബട്ടൺ നിങ്ങൾ അമർത്താൻ മറക്കല്ലേ. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരാം. എൻ്റെ മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ മുമ്പ് ഇട്ട വീഡിയോസെല്ലാം നിങ്ങളൊന്ന് പോയി കാണുക. നല്ല വീഡിയോസ് ഉണ്ട്, അതെല്ലാം കാണുക. പിന്നെ ഓൾഡ് വീഡിയോസ് ഉണ്ട്, അത് നിങ്ങൾ കാണുക. കല്യാണ വ്ളോഗ് ഒരുപാട് വീഡിയോസ് ഉണ്ട്, അതൊക്കെ നിങ്ങളൊന്ന് കണ്ട് എൻ്റെ വീഡിയോസ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. പരമാവധി നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രം നമ്മളെ മുമ്പിലേക്ക് പോകാൻ പറ്റും ഇൻഷാ അല്ലാഹ്. അപ്പോൾ എൻ്റെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ, താങ്ക് യു.